ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പിടിക്കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. വിശേഷ ദിവസങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടോ ഒരു മധുരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പിടിക്കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചരിപ്പൊടിയാണ്. വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിലുണ്ട്. നമുക്ക് വീട്ടിൽ പൊടിച്ച് വറുത്തെടുത്തതാണെങ്കിലോ കവറിൽ പാക്കറ്റിൽ വാങ്ങുന്നതാണെങ്കിലോ ഏതാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിൽ കൂടി നമ്മൾ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിടിക്കൊഴുക്കട്ടയാണ് കേട്ടോ ഇത്. ഞാനിതിപ്പോൾ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഫ്ലെയിമിനെ ഓഫ് ചെയ്യുകയാണ്. ഇതിനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് കേട്ടോ ശർക്കര എടുത്തിട്ടുള്ളത്. പൊടിച്ച ശർക്കരയിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. കുറച്ച് മധുരം മതിയെങ്കിൽ 1/4 കപ്പ് അളവിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളം ചേർക്കേണ്ടത് നമ്മളിപ്പോൾ 1 കപ്പ് അളവിലല്ലേ അരിപ്പൊടി എടുത്തിട്ടുള്ളത്, അതിന് 1.5 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം വെക്കേണ്ടത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ അത്യാവശ്യം പൊടിയും കല്ലൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ നമുക്കൊന്ന് അരിച്ച് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അരിപ്പൊടി വറുത്തെടുത്ത കടായി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാ കഷ്ണങ്ങളാണ്. 3 ടേബിൾ സ്പൂൺ നിറയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തേങ്ങാ കഷ്ണങ്ങൾ കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറുന്ന വരെ ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് മാറണ്ട, ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഈ തേങ്ങാ കഷ്ണങ്ങളുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്തുകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടെ നമുക്ക് ഇതിലേക്ക് എള്ള് ചേർക്കാം. വെള്ള എള്ളോ കറുത്ത എള്ളോ ഏത് വേണമെങ്കിലും ചേർക്കാം. നിലക്കടലയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി അരിച്ച് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി, കൂടെ ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പിൻ്റെ അളവ് ഒരുപാട് കൂടണ്ട. ഇപ്പോൾ ഈ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വീണ്ടും ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി ചേർക്കാം. ഇനി ഫ്ലെയിം നല്ലതുപോലെ തന്നെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ വേണം കേട്ടോ ഇത് കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഫ്ലെയിം നല്ല രീതിക്ക് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് മാറി കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മാവ് കൈ വെച്ചിട്ടൊന്ന് കുഴയ്ക്കാനും പാകത്തിനൊന്ന് ചൂടായിട്ടുണ്ട്. അതായത് ചൂട് നല്ലതുപോലെ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ആ കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരു കുഞ്ഞു ബോളിൻ്റെ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമുക്ക് അടുത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നത് പിടിക്കൊഴുക്കട്ടയുടെ ഷേപ്പിനാണ്. അതിനാദ്യം നമ്മളിതുപോലെ ഒരല്പം മാവ് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കണം. ഈ ഒരു രീതിക്ക് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് കൈ വെച്ചിട്ട് 4 വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പിടിക്കൊഴുക്കട്ടയുടെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുറച്ച് മാവ് ഞാൻ പിടിയായിട്ടും കുറച്ച് മാവ് ഉരുളകളായിട്ടും ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ആവി ചെമ്പിൽ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് തട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുകളിലായിട്ട് ചെറിയൊരു വാഴയില എന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. വാഴയിലേക്ക് പകരം നമുക്കിതിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ പിടിക്കൊഴുക്കട്ടയും ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വരെ ആവിയിൽ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. എന്നാൽ ശരി, ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പിടിക്കൊഴുക്കട്ട എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാ ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ പിടിക്കൊടുക്കട്ടെ എല്ലാം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടൻ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് ഇത് കേട്ടോ. ഇതൊരു പഴയകാല വിഭവമാണ്. പലർക്കും അറിയാവുന്നതായിരിക്കും. അറിഞ്ഞുകൂടാത്തവർ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ലേ? വളരെ രുചികരവുമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.